ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഡ്രസ് ബിസിനസിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മൾ 6 മാസം മുമ്പാണ് ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ബ്രാൻഡിനെ മീസല്ല എന്നാണ്. നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ 4 വർഷം മുമ്പ് ചെയ്ത് പരാജയപ്പെട്ട ഒരു ബിസിനസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ റിസർച്ച് നടത്തി നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെ വിജയിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് ഒരു ബിസിനസ്സിനെ സക്സസിലോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചതും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡ്രസ് ബിസിനസ് അതല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ കുറച്ച് കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. നമ്മളുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. ബിസിനസിന്റെ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട്. അപ്പൊ ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസും ജ്വല്ലറി ഐറ്റംസും ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. ഡ്രസ് കാറ്റഗറി, ഡ്രസ് ജ്വല്ലറി ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിന്റെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് സെക്ഷൻ അവൈലബിൾ ആണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസിന്റെയും ട്രെയിനിങ് സെക്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ ബിസിനസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്ത് കാറ്റഗറി പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില ആളുകൾ സാരി ആകാം, ചില ആളുകൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആകാം. അപ്പോൾ നമ്മൾ കറക്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് നല്ല രീതിയിൽ അറിവുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് സാരീനെ കുറിച്ചൊന്നും അധികമായിട്ട് അറിയില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ പോയിട്ട് സാരി സെലക്ട് ചെയ്താൽ, ഞാൻ കുറച്ച് ഹോൾസെയിൽ ആയിട്ട് എടുത്താൽ എനിക്കത് ഒരിക്കലും വിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ മെറ്റീരിയൽ എത്രയാണോ, പ്രൈസ് റേഞ്ചോ ഒന്നും എനിക്ക് അറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടൈപ്പിലുള്ള ഡ്രസ്സ് ആണെങ്കിൽ എനിക്ക് അതിനെ പറ്റി അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ളത് ഏത് കാറ്റഗറി ഡ്രസ്സാണ്, അപ്പോൾ ആ ഒരു ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എങ്ങനെ സോഴ്സ് ചെയ്യും എന്നുള്ളത് ആലോചിക്കുകയാണ്. നമുക്ക് 3 രീതിയിലാണ് പ്രധാനമായിട്ടും സോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഹോൾസെയിലേഴ്സിന്റെ അടുത്തുനിന്ന് ഹോൾസെയിൽ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഹോൾസെയിലേഴ്സിന്റെ അടുത്തുനിന്ന് മിക്ക ഹോൾസെയിൽ ഷോപ്പിലും മിനിമം പർച്ചേസ് ഉണ്ടായിരിക്കും. 10,000, 20,000 അങ്ങനെയൊക്കെയാണ് മിനിമം പർച്ചേസ് വരുന്നത്. ഇനി അതില്ലാത്ത ഷോപ്പിലാണെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ആയിട്ടാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു സെറ്റിൽ 4 ഡ്രസ്സാണ് വരുന്നത്. 4 ഡ്രസ്സും സെയിം കളർ, സെയിം പാറ്റേൺ, എല്ലാം സെയിം ആയിരിക്കും. ആ ഒരു സൈസ് മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ചില സെറ്റിൽ മീഡിയം മുതൽ XXL വരെയാകാം, അല്ലെങ്കിൽ ലാർജ് മുതൽ XXL വരെയാകാം. അങ്ങനെയാണ് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഒരു സെറ്റാണ് നമ്മൾ മിനിമം എടുക്കേണ്ടത്. ഓക്കെ, അത് ഓരോ ഷോപ്പ് അനുസരിച്ച് മാറാം കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മിനിമം ഒരു സെറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന രീതി. ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു സെറ്റ് എടുത്തു, അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ സ്മോളിന് തന്നെയാണ് 5 ഓർഡർ വന്നെങ്കിലോ അപ്പൊ നമുക്കത് വിൽക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ 5 സെറ്റ് സെപ്പറേറ്റ് എടുത്താൽ മാത്രമാണ് നമുക്കിത് വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നല്ല രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് സ്റ്റിച്ചിങ് യൂണിറ്റുകൾ വഴി ചെയ്യിക്കുക എന്നുള്ളത്. സ്റ്റിച്ചിങ് യൂണിറ്റുകൾ വഴി ചെയ്യിക്കുമ്പോൾ നമ്മൾ പക്ഷെ ബൾക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കണം. ഇപ്പൊ നമ്മൾ 1000 പീസ് 2000 പീസൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എങ്കിലാണ് സ്റ്റിച്ചിങ് യൂണിറ്റിന്ന് നമുക്ക് ബൾക്കായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ മിക്ക സ്ഥലത്തും നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പൊ 10 ലാർജ്, 20 മീഡിയം, അങ്ങനെ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു മെത്തേഡ് നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരാൾ വേണം, പിന്നെ അത് കട്ട് ചെയ്ത് തരാനായിട്ടുള്ള ഒരാൾ വേണം. അപ്പൊ കട്ട് ചെയ്യുന്ന ആളെ നമുക്ക് ഇപ്പൊ പാർട്ട് ടൈം ജോബായിട്ടോ അല്ലെങ്കിൽ വന്ന് കട്ട് ചെയ്യുന്ന രീതിയിലോ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര പീസ് കട്ട് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പം ഈ 3 രീതിയിലാണ് നമുക്ക് ഡ്രസ് ഐറ്റംസ് സോഴ്സ് ചെയ്യേണ്ടത്. 1, ഹോൾസെയിൽ ആയിട്ട്, 2, സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് വഴി, 3, നമുക്ക് മറ്റ് മാനുഫാക്ചേഴ്സ് വഴി. അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് ഡ്രസ് ഐറ്റംസ് സോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സോഴ്സ് ചെയ്ത ഡ്രസ് ഐറ്റംസ് നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യുക. അതിന്റെ പാക്കിംഗ് കവേഴ്സ് ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ്. നമ്മളുടെ ട്രാൻസ്പെറന്റ് കവറൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ പാക്ക് ചെയ്ത ശേഷം നമ്മൾ അതിന് പ്രൈസ് ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൂടി പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. GST, അതുപോലെ പിന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചപ്പോൾ GST ആയിട്ട് അടച്ച പേയ്മെന്റ്, പിന്നെ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ആക്ച്വൽ പ്രൈസ്, ഷിപ്പിംഗ്, അങ്ങനെ പിന്നെ പ്രോഡക്റ്റ് പാക്കിംഗ് കോസ്റ്റ്,
അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് വേണം നമ്മുടെ ഡ്രസ്സിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ അധികമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ് കേട്ടോ. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിലോട്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാം. അതും നമ്മളുടെ ആവശ്യമുള്ള കസ്റ്റമേഴ്സിലോട്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീപ്പായിട്ട് പറയുന്നില്ല, കാരണം അതിൽ നമ്മളുടെ ഒരുപാട് ട്രിക്സും ടിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ട്രെയിനിങ് സെക്ഷനകത്താണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിങ്ങിലുള്ള കാര്യം നമുക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിന്റെ സെക്ഷൻ ട്രെയിനിങ്ങിനകത്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ കൊറിയർ ബാഗിനകത്താക്കി പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇത് കൊറിയർ ഏജൻസി വഴി അയക്കാനായിട്ട് സാധിക്കും. DTDCയോ പോസ്റ്റ് ഓഫീസോ അത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ് ബിസിനസിന്റെ ഇത് വരുന്നത്. ഇനി വിറ്റ് പോകാത്ത ഐറ്റംസ് എങ്ങനെയാണ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നത്, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, എവിടെ നിന്നാണ് നല്ല ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ എന്താണ് ഒരു സെറ്റായിട്ട് എടുക്കണം എന്നുള്ളതല്ലേ. പക്ഷേ നമ്മളുടെ ഡ്രസ് ഐറ്റംസ് ആണെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് നമ്മളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ നമ്പർ തരുന്നതാണ്. അപ്പോൾ ആ സ്റ്റിച്ചിങ് യൂണിറ്റിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സെറ്റ് ഇപ്പം അവിടെ നിന്ന് മിനിമം ആയിട്ട് എടുക്കേണ്ടത് 4 ഡ്രസ്സാണ്. ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. 4 സ്മോൾ, 4 ലാർജ്, അല്ലെങ്കിൽ 2 മീഡിയം, 2 ലാർജ്, അങ്ങനെ ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് കേട്ടോ സാധിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അധികം പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, അതായത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം പക്ഷെ ഞങ്ങളുടെ ട്രെയിനിങ് എടുക്കുന്ന ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡ്രസ് ബിസിനസിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ആയിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.